കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് മലയോര മേഖലയിൽ മഴ തുടരുന്നു. വടകര മുക്കാളിയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു. കാപ്പാട് വെള്ളക്കെട്ടിൽ വീണ് ഗുരുതരാവസ്ഥയിലായ 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് കണ്ണംകടക് നൌഷാദിന്റെ മകൻ മാസിൻ നൌഷാദാണ് മരിച്ചത്. MMCയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ഉച്ചയോടെ വീടിന് മുന്നിൽ കെട്ടിനിന്ന വെള്ളക്കെട്ടിൽ കുട്ടി അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ശരത് എസ് ചേരുന്നുണ്ട്. ശരത്, ഈ കുട്ടിയുടെ മരണം അതേറെ വേദനയുണ്ടാക്കുന്നു. അതിന്റെ സാഹചര്യം എന്താണ്? ഒപ്പം ജില്ലയിൽ മഴ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ മുക്കാളി ദേശീയപാതയിലൊക്കെ മണ്ണിടിഞ്ഞ അവസ്ഥ, ആളുകളെ എവിടെ നിന്നെങ്കിലും മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? റോഷ്നി, തീർച്ചയായും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. നിരവധി ആളുകളെ ക്യാമ്പുകളിലൊക്കെ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. പലരും ബന്ധുവീടുകളിലേക്കടക്കം മാറുന്ന സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ കോഴിക്കോട് വിലങ്ങാടാണുള്ളത്. വിലങ്ങാട് ഇപ്പോഴും മഴ, ചാറ്റൽ മഴയായിട്ട് ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ശക്തമായ രീതിയിൽ മഴയുണ്ടായിരുന്നു. ആ രീതിയിൽ വിലങ്ങാട് പുഴയിലടക്കം അതിശക്തമായ രീതിയിൽ വെള്ളം ഒഴുക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഈ വനമേഖലയിൽ ഉരുൾപൊട്ടി എന്നടക്കമുള്ള സംശയം ഇന്നലെ ഉണ്ടായിരുന്നു. ഈ ചെളിയും ഒപ്പം കല്ലും അടക്കമുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത്. ഒപ്പം കടപൊഴുകിയ മരങ്ങളടക്കം ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിലങ്ങാടടക്കം ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. 200ഓളം ആളുകളെ ഈ ഭാഗത്ത് നിന്ന് ക്യാമ്പുകളിലേക്കും ഒപ്പം ബന്ധുവീടുകളിലേക്കുമൊക്കെയായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വിലങ്ങാട് പാരിഷ് ഹാളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. കാപ്പാടാണ് ഇന്നലെ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. അതായത് കാപ്പാട് കണ്ണങ്കടവ് സ്വദേശിയായ നൌഷാദിന്റെ മകൻ മാസിൻ നൌഷാദാണ്. അതായത് 2 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി ഇത്തരത്തിൽ വെള്ളത്തിൽ, വീടിന് മുൻപിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതിനടുത്തേക്ക് പോയ സമയത്ത് അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ആരും ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് കുട്ടി വെള്ളത്തിൽ വീണ കാര്യം അറിയുന്നത്. ഉടൻ തന്നെ സമീപത്തെ ക്ലിനിക്കിൽ എത്തിച്ചിരുന്നു. പക്ഷേ പിന്നീട് മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങടക്കം ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ വടകര മുക്കാടി ദേശീയപാതയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞും അപകടമുണ്ടായി. ദേശീയപാതയിലേക്കാണ് മണ്ണിടിഞ്ഞത്. അതിന്റെ ഭാഗമായി ഈ ഭാഗത്ത് വാഹന ഗതാഗതമടക്കം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ മണ്ണ് നീക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലത്തെ അത്ര രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള മഴ ഇന്നിപ്പോൾ കോഴിക്കോട് നഗരത്തിലില്ല. അതേസമയത്ത് മലയോര മേഖലയിലൊക്കെ തന്നെ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ തുടരുന്നുണ്ട്. വിലങ്ങാടടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ പൂർണ്ണമായും മാറിയിട്ടില്ല. ഇത്തരത്തിൽ ചാറ്റൽ മഴയായി ഈ ഭാഗത്തൊക്കെ മഴ തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും മഴ ശക്തമായ സാഹചര്യത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. ഒപ്പം മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ അത്ര അതിശക്തമായ രീതിയിലുള്ള മഴയോ മറ്റു പ്രതിസന്ധിയോ ഇന്നുണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ മലയോര മേഖലയിലാണ് കാര്യമായി ഇപ്പോഴും മഴ തുടരുന്നത്. എന്നിരുന്നാലും നഗരത്തിലടക്കം വെള്ളക്കെട്ടോ മറ്റു പ്രശ്നങ്ങളോ കാര്യമായി ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ശരി, ശരത് എസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. എറണാകുളത്തിന്റെ റൂറൽ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മൂവാറ്റുപുഴയിലെ ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി അടക്കമുള്ള ഇടങ്ങളിലെ വീടുകളിൽ വെള്ളത്തിലായി. ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും